ഹലോ, ഇന്ന് എൻ്റെ അക്കോമഡേഷനിലെ പുതിയതായിട്ടൊരു നേപ്പാളി കുട്ടി വന്നേ. 2 പേര് നേരത്തെ റൂമിൽ നിന്നും ഒഴിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ആ റൂമിലേക്ക് 2 പേര് ഇന്ന് പുതിയതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നേപ്പാളി വന്നു. ഇനി ഒരു ഫിലിപ്പീൻസും കൂടെ വരാനുണ്ട്. അവർ 2 പേരുമായിരിക്കും ആ റൂമിൽ. അപ്പോൾ അവൾ രാവിലെ തന്നെ വന്നു. അപ്പോൾ വന്നപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോപ്പൊന്നും ഓപ്പണിങ്ങുമല്ല. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റുകളൊന്നുമേ. അപ്പം അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മേടിക്കണം. ഇവിടെ അടുത്ത് ഏതാ ഷോപ്പെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ് ഒന്നും ഓപ്പൺ അല്ല. എന്തായാലും സബ്ക എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. സൺഡേ അത് ഓപ്പണിംഗ് തന്നെയാണ്. അവിടെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ എന്തായാലും കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ അതിനെയും കൂട്ടി കൂടെ പോയി. അതിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എല്ലാ സൂപ്പർ മാർക്കറ്റിനേക്കാളിലും എനിക്ക് തോന്നുന്നു കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും അതിന് വേണ്ട അത്യാവശ്യ ഫുഡ് ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടി. അത് വാങ്ങിച്ചു. രാവിലെ അത് വന്ന സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 2 ചപ്പാത്തി കഴിക്കെന്ന് പറഞ്ഞു. എന്തോ അത് മടി കൊണ്ടാണോ എന്തോ അറിയില്ല. എനിക്കൊന്ന് ഉറങ്ങണം, ഉറങ്ങിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും കഴിച്ചില്ല. പിന്നെ അത് അങ്ങനെ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പം എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ഷോപ്പിൽ എൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ബിദരങ്ക എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് കാണിച്ചു. അത് ക്ലോസ്ഡ് ആണോ, നാളെ മേടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ സബ്ക എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഫിഷ് മാർക്കറ്റും കൂടെ കാണിച്ചു. നാളെ വേണമെങ്കിൽ അത് പോയി മേടിക്കട്ടെ എന്ന് ഓർത്ത്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേന് ഫിഷ് മാർക്കറ്റ് കാണിക്കാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ അത് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഓപ്പണിംഗ് ആയപ്പോൾ കയറി അത് ഫിഷ് കഴിച്ചിട്ട് 2 വർഷമായി എന്നൊക്കെ പറഞ്ഞു. ബെൽജിയത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ പോളണ്ടിലേക്ക് വന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് പിന്നെ അവിടുന്ന് അത് ഷോപ്പ് ഓപ്പണിംഗ് ആയപ്പോഴത്തേന് അവിടെ കയറി ഫിഷും വാങ്ങിയിട്ട് വന്നു.